നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് സ്വർണമാണെങ്കിൽ നിശബ്ദത വൈരമാണ് എന്നു പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. വിജയികളായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ചില രഹസ്യങ്ങൾ സൂക്ഷിക്കാറുണ്ട്. ബുദ്ധിയുള്ളവർ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ ഭാവി പ്ലാനുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനോ തീരുമാനിച്ചാൽ അത് ഉടൻ തന്നെ എല്ലാവരോടും പറയുന്ന ശീലമുണ്ടോ? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അത് പൂർത്തിയാക്കിയാലുണ്ടാകുന്ന അതേ സംതൃപ്തി, ഡോപ്പമിൻ ഹിറ്റ്, നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്നു. ഇത് പിന്നീട് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ താൽപ്പര്യം കുറയ്ക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ പ്ലാനുകൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഗുണകാംക്ഷികളായിരിക്കണമെന്നില്ല. നിങ്ങളുടെ വിജയം പ്രവൃത്തിയിലൂടെ മാത്രം ലോകത്തെ അറിയിക്കുക. രണ്ടാമത്തേത്, കുടുംബരഹസ്യങ്ങൾ. ഒരു വീടാകുമ്പോൾ അവിടെ കൊച്ചു കൊച്ചു വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പുറത്തുള്ളവരോട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് കെടുത്തുകയുള്ളൂ. നിങ്ങൾ മറ്റൊരാളോട് നിങ്ങളുടെ പങ്കാളിയെയോ മാതാപിതാക്കളെയോ കുറിച്ച് പരാതി പറയുമ്പോൾ ആ കേൾക്കുന്നയാളിന് നിങ്ങളെ പരിഹസിക്കാനും നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനും നിങ്ങൾ തന്നെ അവസരം നൽകുകയാണ്. നിങ്ങളുടെ വീടിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീട്ടിലുള്ളവർ തന്നെ ചർച്ച ചെയ്യുക. മൂന്നാമത്തേത്, നിങ്ങളുടെ വരുമാനമോ സമ്പാദ്യമോ. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതോ എത്ര കടബാധ്യതയുണ്ടെന്നതോ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അമിതമായി പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളെ അഹങ്കാരിയാക്കി മാറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് പുച്ഛം തോന്നാൻ കാരണമാകും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ സഹായം ചോദിച്ചെത്തുന്നവരും പണമില്ലെന്നറിഞ്ഞാൽ നിങ്ങളെ അകറ്റി നിർത്തുന്നവരും ഈ ലോകത്തൊരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിന്റെ വലിപ്പം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. നാലാമത്തേത്, നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ. മറ്റൊരാളെ സഹായിക്കുന്നത് മഹത്തായ കാര്യമാണ്. എന്നാൽ അത് വിളിച്ചു പറയുന്നത് ആ പ്രവൃത്തിയുടെ മൂല്യം ഇല്ലാതാക്കുന്നു. നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന സഹായം നിങ്ങളുടെ വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയരുത് എന്നാണ് പറയപ്പെടുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ആത്മസംതൃപ്തിക്ക് വേണ്ടിയാകണം നന്മകൾ ചെയ്യുന്നത്. നന്മകൾ നിശബ്ദമായി ചെയ്യുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങൾക്ക് തിരികെ നൽകും. ഈ 4 കാര്യങ്ങൾ പാലിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനമുള്ളതായി മാറും. അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും ശത്രുതയിൽ നിന്നും നിങ്ങൾക്കൊഴിഞ്ഞു മാറാം. ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.